ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേൽ 10-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ദാവീദ് അമ്മോന്യരെയും സിറിയാക്കാരെയും ഒക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന സംഭവമാണ് നമ്മളിന്ന് വായിക്കുന്നത്. അമ്മോന്യ രാജാവായ നാഹോഷ് ഇത് മരിക്കുകയും പകരം അദ്ദേഹത്തിൻ്റെ മകൻ ഹാനൂൻ രാജാവാകുകയും ചെയ്തു. അമ്മോന്യരും ഇസ്രായേൽ ജനവും തമ്മിൽ ശത്രുതയിലാണെന്ന് നമുക്കറിയാം. മോവാബ്യരും അമ്മോന്യരും ഒക്കെയും ഇസ്രായേൽ ജനത്തിന് വലിയ ശത്രുക്കളാണ്. എന്നാൽ ഒരിക്കൽ അമ്മോന്യ രാജാവായ നാഹോഷ് ദാവീദിനെ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സൗൽ രാജാവുമായുള്ള പ്രശ്നത്തിൽ സൗൽ രാജാവിനെ ഭയന്ന് ഓടിപ്പോയ സമയത്തൊക്കെയും എപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നാഹോഷ് മരിച്ചത് ദാവീദിന് ദുഃഖമുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഹാനൂൻ്റെ അടുക്കൽ അനുശോചനം അറിയിക്കുവാൻ തൻ്റെ ഒരു സംഘം പ്രതിനിധികളെ അദ്ദേഹം അയക്കുകയും ചെയ്തു. ഇക്കാലത്ത് നമുക്കറിയാമല്ലോ, രാഷ്ട്രത്തലവന്മാരൊക്കെ മരിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ കടന്നു വന്ന് അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുള്ളതുപോലെ പണ്ട് കാലത്തും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അനുശോചനം അറിയിക്കാൻ വേണ്ടി ഇവരവിടെ ചെന്നപ്പം അവിടുത്തെ അമ്മോന്യ പ്രഭുക്കന്മാർ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ അവർ അങ്ങനെ അനുശോചനം അറിയിക്കാൻ വന്നവരല്ല, അവർ ഒറ്റുകാരാണ്, ചാരന്മാരാണ്. നമ്മുടെ രാജ്യം ഒറ്റുനോക്കാൻ അവർ വന്നവരാണ്. പ്രത്യേകിച്ച് നിൻ്റെ പിതാവ് മരിച്ച സാഹചര്യത്തിൽ നീ ദുഃഖിതനാണെന്നറിയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി അവർ ഉറ്റുനോക്കാൻ വന്നവരാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തു. എന്നും ഭരണ തലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉപജാപക സംഘം എല്ലാ കാലത്തും എല്ലായിടത്തുമുണ്ട്. സമൂഹത്തിലായാലും സഭയിലായാലും ഉണ്ടാവും. നേതൃത്വം നൽകുന്നവരെ പല കാര്യങ്ങളിലും അവർ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവർ പറയുന്നതാവാം, തെറ്റിദ്ധാരണ കൊണ്ട് പറയാവുന്നതാവാം, അല്ലെങ്കിൽ അസൂയ കൊണ്ട് പറയുന്നതാവാം. അത് രാജഭരണകാലത്തുമുണ്ട്, ഇന്ന് ജനാധിപത്യ കാലത്തും എല്ലാം ഉണ്ട്. സഭയിലും ഇന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉപദേശം കേട്ടിട്ട് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും വളരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഈ അമ്മോന്യ രാജാവായ ഹാനൂന് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇവരൊറ്റുകാരാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ പിടിച്ച് അവരുടെ താടി പകുതി പഠിക്കുകയും അവരുടെ വസ്ത്രം അവരുടെ പിൻഭാഗം കാണത്തക്കവണ്ണം, അവരുടെ ആ പിതമ്പം കാണത്തക്കവണ്ണം അവർ ഇത് കീറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുകയാണ്. ആ വന്നവരെ അപമാനിച്ചത് ദാവീദിനെ അപമാനിച്ചതിന് തുല്യമാണ്. കാരണം ദാവീദ് അയച്ച പ്രതിനിധികളാണല്ലോ അവർ. അപ്പോൾ അവരെ അപമാനിച്ചത് ദാവീദിനെയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അപമാനിച്ചതിന് തുല്യമായി. ഇതറിഞ്ഞപ്പോൾ ദാവീദിന് സങ്കടവും കോപവും ഒക്കെ വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഈ ഭൂമിയിൽ അപമാനിക്കപ്പെടുമ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്നത് ക്രിസ്തുവാണ്. വിശ്വാസത്തിനു വേണ്ടി നമ്മൾ അപമാനിക്കപ്പെട്ടാൽ, ഇനി അതിനല്ല, നമ്മുടെ പ്രവൃത്തി മുഖാന്തരമാണ് നമ്മൾ അപമാനിക്കപ്പെടേണ്ടതെങ്കിൽ, നമ്മുടെ ദോഷപ്രവൃത്തികൾ മുഖാന്തരമാണ് അപമാനിക്കപ്പെടുന്നതെങ്കിൽ, അപ്പോഴും അപമാനിക്കപ്പെടുന്നത് ക്രിസ്തുവാണ്. എബ്രായർ 6:4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവവചനം കേൾക്കുകയും വരാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്യുന്നവൻ പിന്മാറിപ്പോയാൽ
തങ്ങൾക്ക് തന്നെ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാകിയാൽ അവരെ വീണ്ടും മനസ്സാന്തരത്തിലേക്ക് പുതുക്കാവുന്നതല്ല എന്ന്. ഇന്ന് വാസ്തവത്തിൽ ക്രിസ്തു അപമാനിക്കപ്പെടുന്നത് നമ്മിലൂടെയാണ്, ക്രിസ്ത്യാനികളിലൂടെ ആണെങ്കിൽ സഭകളിലൂടെയാണ്. അല്ലാതെ അന്യജാതിക്കാർ ക്രിസ്തുവിനെ അപമാനിക്കുന്ന രീതി ഇല്ല. വളരെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് അവർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ പലപ്പോഴും അറിവോടും സമ്മതത്തോടും കൂടി ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ അപകർഷിക്കപ്പെടുവാൻ കാരണക്കാരായി തീരുമ്പോൾ നമ്മളാണ് ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമുണ്ടായപ്പോൾ ദാവീദ് എന്താണ് ചെയ്തതെന്ന് നമ്മൾ ഓർക്കുക. ദാവീദ് ഇസ്രായേൽ ജനത്തോട് അമ്മോനിയോട് യുദ്ധം ചെയ്യാൻ കാരണക്കാരനാകുന്നു, അല്ലെങ്കിൽ അതിനെ നിർബന്ധിതനാകുന്നു. തൻ്റെ സൈന്യാധിപനായ യോബാബ് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയാണ്. ഇസ്രായേൽ തങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുന്നുവെന്ന് അമ്മോനിയർ അറിഞ്ഞപ്പോൾ അവർ തൊട്ടടുത്തുള്ളതായ സിറിയക്കാരെ അവർ കൂട്ടുപിടിച്ചു. എന്നിട്ട് ഒരു കൂട്ടരെ മുന്നിലും ഒരു കൂട്ടരെ പിന്നിലുമായി അവരങ്ങ് നിർത്തി. നിങ്ങൾക്ക് ഇത് വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പരസ്പരം പറഞ്ഞ് അവർ ധാരണയിലായിട്ട് ഇസ്രായേലിൻ്റെ മുന്നിലും പിന്നിലുമായി സൈന്യങ്ങളായി, ശത്രുക്കളായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം. മുന്നിലും പിന്നിലുമൊക്കെ ശത്രുത ഉണ്ടാകുന്നതായ ഒരു സാഹചര്യം. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ദൂതന്മാരെ അവിടെ അയച്ചത്, അനുശോചനം അറിയിക്കാൻ അയച്ചതാണ്. പക്ഷേ അവർ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട്, ദാവീദിനെ അവർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ആ സമയത്ത് സഹായക്കാരനായിട്ടുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണെന്ന് നമ്മൾ ഓർക്കുക. ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ യോബാബ് എന്ത് ചെയ്തു? തൻ്റെ സഹോദരനായ അബീഷായിക്ക് ഒരു കൂട്ടരോട് യുദ്ധം ചെയ്യാനുള്ളതായ ചുമതല കൊടുത്തു. മറ്റേടത്ത് യോബാബും അങ്ങനെ നിന്നു. ഇവരുടെ ആ യുദ്ധത്തിൽ സിറിയക്കാർ തോറ്റോടുകയും അത് കണ്ട് ഭയപ്പെട്ട് അമ്മോന്യരും അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. നമുക്ക് ഇതേ സാഹചര്യം ഉണ്ടാവാൻ നമ്മുടെ ജീവിതത്തിൽ മുന്നിലും പിന്നിലും വാതിലടഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ. ആ സമയത്ത് നമ്മെ സഹായിക്കുവാൻ സാധിക്കുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കിടയായിത്തീരണം. ശത്രു പിശാച് എപ്പോഴും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളതായ ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മാനുഷികമായി ലോകപരമായി നേരിടുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാം. ഇവിടെ ശത്രു പിശാചാണെന്ന് മാത്രം. ആ പിശാചിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയാലും ദൈവവചന ധ്യാനത്താലും ദൈവകരങ്ങളിലുള്ള സമർപ്പണത്താലും മാത്രമാണ്. നമ്മുടെ വേദവായനകളും പ്രാർത്ഥനകളൊക്കെ ദൈവമേ, ശത്രുവാകുന്ന പിശാചിനെ അതിജീവിപ്പാൻ തക്കോണം ഞങ്ങളെ ശക്തീകരിക്കുന്നതാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.